നമുക്കൊപ്പം ഇപ്പോൾ മേയർ വി കെ മിനിമോൾ ചേരുകയാണ്. ശ്രീമതി വി കെ മിനിമോൾ, ഇപ്പോൾ KSRTC സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിനെ കുറിച്ച് നേരത്തെ തന്നെ മിനിമോൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഇപ്പോഴും അതിനൊരു പരിഹാരമായിട്ടില്ല. നിങ്ങളുടെ ഭരണസമിതി വന്ന ശേഷം പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? നമ്മുടെ മുല്ലശ്ശേരി കനാലിന്റെ വർക്ക് പൂർണ്ണമായി മാറിയതിനു ശേഷം മാത്രമാണ് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടുണ്ടോ, അതായത് OBTയിൽ ചെയ്ത വർക്ക് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു സ്ട്രെച്ചും കൂടി അത് പൂർത്തീകരിക്കാനുണ്ട്. കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ ആ സ്ട്രെച്ച് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് കളക്ടറും മേയർ എന്ന രീതിയിൽ ഞാനുമൊക്കെ ഒക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ അതിന്റെ ബാക്കിലുള്ള തോട്, അത് കണ്ടമാനം വേസ്റ്റ് ഇപ്പൊ എപ്പോ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും, ഇന്നിപ്പോ ഞാൻ അവിടെ വേസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ആളെ അറേഞ്ച് ചെയ്യാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ഒരു അവലോകന മീറ്റിംഗിൽ ഈ KSRTC സ്റ്റാൻഡിലെ വെള്ളക്കെട്ട് വീണ്ടും ചർച്ചയിൽ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത് വെച്ചിരിക്കുന്നത്. പക്ഷെ ആളുകളുടെ ഒരു ശ്രദ്ധയും കൂടി വരേണ്ടത്, ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റുമൊക്കെ വന്നിട്ട് ഒരു റെയിൽവേ കൽവെട്ടിനോട് ചേർന്ന് പോകേണ്ട ഭാഗമാണ്. എപ്പോഴൊക്കെ അവിടെ വേസ്റ്റ് വന്ന് നിറയുന്നു, എല്ലാ ദിവസവും ആളെ നിർത്തി മാറ്റേണ്ട അവസ്ഥയാണ്. എല്ലാ കാര്യങ്ങളും ഈ മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ കണ്ടെത്താൻ അവിടെ CCTVകളൊക്കെ വെച്ച് അങ്ങനെ പിടിച്ചുകൂടെ? ആ പോർഷനിലല്ല ശരിക്കും ആളുകൾ ഇടുന്നത്. ഇത് വലിയ തോടാണ്. അപ്പോ എവിടെ ഇട്ടാലും ലാസ്റ്റ് ഇവിടെ വന്ന് അടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോ ഒരുപാട് ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിൽ മാറുന്ന ഒരു പ്രശ്നമായിട്ടാണ് ആ വെള്ളക്കെട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇന്ന് അത് ഒന്നും കൂടി നമ്മൾ ക്ലീൻ ചെയ്യുകയാണ്, മൊത്തത്തിൽ ആഴം കൂട്ടുകയാണ്. കഴിയുന്നത്ര വെള്ളം, അത് KSRTC സ്റ്റാൻഡിന്റെ ഇത്രമാത്രം അതിന്റെ ഭംഗിയായി ആ സ്റ്റേഷൻ നന്നായിട്ട് നമ്മൾ MLA ഇടപെട്ട് വർക്ക് നടത്തിയതാണ്. അതിനുശേഷവും ഉണ്ടാവുന്ന, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത്ര രൂക്ഷമായ വെള്ളക്കെട്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതായത് ശ്രീമതി വി കെ മിനിമോൾ, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തും ഇക്കാര്യത്തിൽ ഇടപെടുന്നു, അതിനുവേണ്ടി തുക ചെലവാക്കുന്നു. എന്നാൽ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് ഈ മഴക്കാലത്ത് എത്തുന്നില്ല. ഈ മഴ വരുമെന്നുള്ളത് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ? അല്ലല്ല, മഴ അത് തോട് ക്ലീൻ ചെയ്യാഞ്ഞിട്ടല്ല. ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ ആ തോട് നമ്മൾ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്ത് പോയതാണ്. പക്ഷെ അവിടെ സംഭവിക്കുന്നത്, എവിടെയൊക്കെ വേസ്റ്റ് വീണാലും അവിടെ നിന്നൊക്കെ ആ തോട്ടിലൂടെ ഒഴുകി വരുന്നത് ഈ എൻഡിൽ വരുമ്പോൾ ബ്ലോക്ക് ആവും. സ്വാഭാവികമായും ഒരൊറ്റ മഴയത്ത് വരുന്ന വേസ്റ്റ് കൊണ്ട് തന്നെ ആ തോട് വല്ലാണ്ട് മോശാവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മളത് ഫ്രീക്വന്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. തോട്ടിലേക്ക് വലിച്ചെറിയുന്ന ആളുകളുടെ ശീലം അത് പൂർണ്ണമായി മാറും. ഏറ്റവും ഒടുവിൽ വൃത്തിയാക്കിയത് എപ്പോഴാണ്? ഇതിന്റെ ഒരു ഇന്റർവെൽ എങ്ങനെയാണ്? ഏപ്രിൽ മെയ്. അതായത് യഥാർത്ഥത്തിൽ കൊച്ചി നഗരസഭയിലല്ല, എല്ലാ കോർപ്പറേഷനിലും നമ്മൾ ചെയ്യുന്നത് മഴക്കാലത്തിന് മുൻപായിട്ട് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ സ്വാഭാവികമായും ചെളി തോടാണ്, അഴുക്കുകൾ വരും, പോളപ്പായലുകൾ വരും, എല്ലാം ഒഴുകി വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് നമ്മൾ ഏപ്രിൽ മെയ് മാസത്തിൽ ചെയ്തതിന്റെ വീഡിയോ ഇന്നലെ ഞാൻ എന്റെ ഉദ്യോഗസ്ഥരെയും ഈ കരാറെടുത്ത കോൺട്രാക്ടറെയും വിളിച്ചു വരുത്തിയതാണ്. ഇന്നലെ മിനിയാന്ന് തന്നെ ആ വെള്ളക്കെട്ട് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് ഇന്നലെ ഇവരെ വിളിച്ചു വരുത്തിയതാണ്. ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ സ്വാഭാവികമായും വീണ്ടും ചെളി അടിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മുല്ലശ്ശേരി കനാൽ നവീകരണം പൂർത്തിയാകാനുണ്ട്, ഒപ്പം മാലിന്യം നീക്കാനുണ്ട്. ശ്രീമതി വി കെ മിനിമോൾ, ഈ വിഷയം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് താങ്കളെ തന്നെ ഞങ്ങൾ നേരിട്ട് വിളിച്ചത്. നമുക്ക് ഒന്നിച്ച് ഈ പ്രശ്നം പരിഹരിക്കണം, ആളുകളുടെ ബുദ്ധിമുട്ട് മാറ്റുകയും വേണം. വളരെ നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്.